വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നലെ വൈകിട്ട് ഗുഡ് മോർണിംഗ് എന്നാ പറഞ്ഞത്. ഗുഡ് മോർണിംഗ് കേട്ടിട്ടില്ലേ? ഗുഡ് മോർണിംഗ്. സുപ്രഭാതം. ഇന്നലെ വെളുപ്പിനെ ഭയങ്കര പ്രാർത്ഥനയായിരുന്നല്ലോ. 1 മണിയായപ്പോ ഞാൻ കേട്ടായിരുന്നു. എനിക്ക് കേൾക്കായിരുന്നു. ദൈവമേ പ്രാർത്ഥന ഇത് എങ്ങനെ കിടന്ന് ഉറങ്ങൂന്നിരിക്കരുത്. ഞാൻ വിചാരിച്ചു ഒന്ന് മൂത്രം ഒഴിപ്പിക്കാൻ കൊണ്ടുപോയേക്കാം. ഈ കിടന്ന് മുള്ളണ്ടല്ലോ എന്നോർത്ത് ശ്രദ്ധ മാറിപ്പോകൂലോ. മൂത്രം ഒഴിപ്പിച്ചോണ്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോ ആള് കിടന്ന് ഉറങ്ങി. എന്നെ ഇടിവിട്ട് വിശ്വാസ പ്രമാണം എന്റെ എലിക്കുട്ടി ചൊല്ലി വിട്ടത്. അത് നേരത്തെ ഉണ്ടായിരുന്നല്ലോ. നേരത്തെ ആ ഒരു രീതി ഉണ്ടായിരുന്നു. ഓർക്കുന്നല്ലോ പണ്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അമ്മ അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നല്ലോ. എന്നിട്ട് വന്ന് ലൈറ്റില്ലായിട്ടോണ്ടിരുന്നേ. ചെരിപ്പെടുത്തിടാൻ മേലായിരുന്നോ എലിക്കുട്ടിയമ്മേ? ഞാൻ ചെരിപ്പെടുത്തോണ്ട് വരാം. ചെരിപ്പിടാതെ നടന്നേ കാലൊക്കെ വിരലൊക്കെ ഇപ്പോൾ അവിടെ ഇവിടെ മുട്ടി. നമുക്ക് വേദന എടുക്കുന്നുണ്ട്. ഈ കസേരയുടെ കാലയിലൊക്കെ തട്ടി വേദന എടുക്കുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പം ഈ ചെരിപ്പിടുന്ന കാര്യം ഇപ്പോൾ പറ്റിയങ്ങ് മറന്നു പോവുകയാണ്. എന്നാൽ ഈ ചെരിപ്പിട്ടെ കിടക്ക്. കൊച്ചിൻ്റെ അല്ല, അത് എലിക്കുട്ടി കൊച്ചിൻ്റെയാ. എലിക്കുട്ടി കൊച്ചിൻ്റെയാ അത്. വിവീനയുടെ അല്ല, എലിക്കുട്ടി കൊച്ചിൻ്റെയാ. അതായത് വിവീനൊക്കെ പറയുന്നുണ്ട്. അതട്ടെ, കാലുമുട്ടി വേദന എടുക്കും. അയ്യോ, അവക്ക് കൊള്ളുന്നതല്ലെന്ന്. അവക്ക് വലിപ്പം കൂടുതൽ വേണം. തേലിക്കുട്ടി അമ്മയ്ക്കുള്ള അതിട്ടോ. കാല് തട്ടി ഇന്നലൊക്കെ തട്ടിയില്ലേ കസേര കാലെ കൊണ്ടില്ലേ? എന്നിട്ട് അയ്യോ എന്ന് വെച്ചില്ലേ വേദന എടുത്തെന്ന് പറഞ്ഞ്. അതേറ്റോണ്ട് നടക്ക്. അതിൻ്റെ ഒടക്കാരത്ത് ഏലിക്കുട്ടിയമ്മയാ. അത് കേട്ടാ മതി. കേട്ടിട്ട് നടക്ക് കേട്ടോ. അതുകൂടെ ഇട്. ചെരുപ്പിൻ്റെ കാര്യമാണ് അമ്മ അങ്ങ് പറ്റ മറന്നു പോകുന്നത്. ഇപ്പം തലമുടി ഒന്ന് ജീവി വെക്കട്ടെ. രാവിലെ ഏറ്റു വന്നതല്ലേ ഉള്ളൂ. തലമുടി ഒന്ന് ജീവി വെക്കാം. ചില ദിവസങ്ങളിൽ അമ്മ പ്രശാന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്നലെ വൈകിട്ട് കിടന്നു പ്രാർത്ഥനയായിരുന്നു. പകലത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് രാവിലെ വെച്ച് വിവീനെ അന്വേഷിച്ചിട്ടുണ്ട്. അത് തമ്മുടി ഒന്ന് ജീവിയേക്കാം. മുടി മുഴുവൻ ഒരുമാതിരി ആയിട്ടിരിക്കുന്നു. ഒന്ന് ജീവി ഇരുന്നോട്ടെ, ഭംഗിയായിട്ടിരുന്നോട്ടെ. കാണുന്നവരെന്ത് വിചാരിക്കും? സുന്ദരിക്കുട്ടിയുടെ നടക്കണ എലിക്കുട്ടിയമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. കണ്ണാടിയിലൊക്കെ പോയി നേരത്തെ നോക്കി എങ്ങനെയൊക്കെ ഉണ്ടോ നോക്കിക്കൊണ്ടിരുന്ന ആളാണ്. രാവിലെ എണീറ്റ് വരുമ്പോഴേ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പോയി കണ്ണാടിയിലൊക്കെ നോക്കുന്ന ആളായിരുന്നു. അല്ല, അമ്മയുടെ ഇഷ്ടപ്പെട്ടില്ലേ അപ്പം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, മൂലയപ്പം. അതായത് കേട്ടോ, ചിരിയാണ് ചിരി കേട്ടോ. മൂലയപ്പം കേട്ടപ്പോൾ അമ്മയ്ക്ക് ചിരിയായി. അമ്മയുടെ ഫേവററ്റ്. എൻ്റെ മണം വരുന്നുണ്ടല്ലോ. മൂലയപ്പം അങ്ങനെ ഇവിടെ നിന്ന് വേകുന്നുണ്ട്. അതിൻ്റെ മണം അപ്പച്ചമ്പനകത്ത് ഇങ്ങനെ ആവിയായിട്ട് പൊങ്ങി വരുന്നുണ്ട്. മൂലയപ്പത്തിന് മണം വരുന്നുണ്ടോ അമ്മേ? മണം വരുന്നില്ലേ? മണം എന്തായാലും രാവിലെ ഉഷാറായിട്ട് എണീറ്റ് വന്നിട്ടുണ്ട്. എല്ലാം നോക്കുവാണ്. അതിനാ അതെനാ പല തേച്ച് തീർത്തോ? ഏതായാലും 2 ദിവസത്തെ പ്രാർത്ഥന യജ്ഞം കഴിഞ്ഞു സംഗതി. അതെ, ഞങ്ങളുടെ കുമ്പൾ മൂന്നാമത്തെ പ്രാവശ്യത്തെ ഈ വർഷത്തെ 3ാമത്തെ എത്രയുമാണ് ഞങ്ങളുടെ കുമ്പളം റെഡിയാകുന്നത്. നമ്മ തന്നെ കഴുകാനൊക്കെ പോകുന്നുണ്ട്. മറ്റേത് നമ്മളുടെ എവിടെ കഴുകുന്നതെന്നൊക്കെ ചോദിക്കുന്നതാണ്. പൊതുപോലെ മുറിയിലൊക്കെ പോയി നോക്കുന്നുണ്ട്. തുമ്മണല്ലോ അമ്മേ? ജലദോഷം വരാനാണോ രാവിലെ തുമ്മുന്നത്?
ഓ പിന്നമ്മ തന്നെ ടാപ്പൊക്കെ പൂട്ടി. മറ്റേത് ടാപ്പൊന്നും പൂട്ടാതെ ഇങ്ങനെ പോരുന്നതായിരുന്നു. നമ്മൾ പറഞ്ഞു പൂട്ടിക്കണമായിരുന്നു. ഇന്നമ്മ ടാപ്പൊക്കെ തനിയെ പൂട്ടിയിട്ടുണ്ട്. ആ ആള് വരുന്നുണ്ട്. പല്ല് തേച്ചാ? പല്ല് തേച്ചോന്ന്? എന്നാ മരുന്ന് തരാം, ഗ്യാസിന്റെ മരുന്ന്. എലിക്കുട്ടിയോടാ ചോദിച്ചേ? എലിക്കുട്ടിയമ്മയുടെ ആയിരുന്നു ചോദിച്ചത്. അതെ, പല്ല് തേച്ചോന്നല്ലേ ചോദിച്ചേ? എലിക്കുട്ടിയമ്മ പല്ല് തേച്ചല്ലോ. ഇനിയിപ്പോൾ ഗ്യാസിൻ്റെ ഗുളിക കഴിക്കുക. അത് കഴിഞ്ഞ് നേരത്തിന് കുമ്പിള് റെഡിയാവും. നമുക്ക് കുമ്പിള് കഴിക്കാം. പിന്നെ മരുന്ന് കൊണ്ടിരുന്നു. മരുന്ന് ഈ മരുന്ന് കഴിച്ചിട്ടിരിക്കും കേട്ടോ. ഈ മരുന്ന് കഴിച്ചിട്ടിരിക്കും. ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് മരുന്ന് ഇത് പിടിച്ചോ. ഈ വെള്ളം മുഴുവൻ അങ്ങ് കുടിക്കും കേട്ടോ. എന്നാ പിടിച്ചോ. മുഴുവൻ കുടിച്ചോ. എന്നിട്ട് അവിടെ ഇരുന്നോ. വണ്ടിയൊക്കെ പോണ കാണാം. നമുക്ക് സ്കൂളുകൾ പിള്ളേർ പഠിക്കാൻ പോണൊക്കെ കാണാം. അത് മുഴുവൻ കുടിക്കാൻ പറ്റാതെ ഇച്ചിരി വെള്ളമല്ലേ ഉള്ളൂ. രാവിലെ വെള്ളം വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് നല്ലതല്ലേ? ഇപ്പോൾ ഈ കുട്ടിയമ്മ പല്ലൊക്കെ തേച്ചിട്ട് റൂമിൽ പോയി ഇരിക്കുവാണ്. ബാ കഴിക്കാൻ. ബാ എണീറ്റ് ബാ. കഴിക്കാനാണ് എടുത്ത് വെച്ചിട്ടുണ്ട്. കഴിക്കാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. കഴിക്കാൻ. ആ എലിക്കുട്ടിക്ക് കഴിക്കാനായിട്ടാ. എലിക്കുട്ടി അമ്മയ്ക്ക് കഴിക്കാൻ വേണ്ടിയാ. ആയിട്ട് ബാ. എലിക്കുട്ടി അമ്മയ്ക്ക് കഴിക്കാൻ വേണ്ടിയാ. അയ്യോ ഇപ്പം വേണം. ബാ ഏറ്റ് വാ. പല്ലൊക്കെ തേച്ച് വന്നല്ലേ നമ്മള്. ഇപ്പം കഴിക്കുന്ന സമയമായി. ബാ എണീറ്റ് വാ. ഏറ്റ് വാ. ശേ ഇന്നെ ഇപ്പം വഴക്കുണ്ടാക്കണേ. സാധനം വേഗാഞ്ഞിട്ടില്ലേ താമസിച്ചത്. ബാ ഏറ്റ് വാ. ഏറ്റ് വാ. നമ്മൾ വരണോ ഇനി? എണീറ്റ് വാ. മരുന്നൊക്കെ കഴിക്കാനുള്ളതല്ലേ? മരുന്ന് കഴിക്കണ്ടേ? എണീറ്റ് വാ. ഭക്ഷണം കഴിച്ചിട്ടേ മരുന്നൊക്കെ കഴിക്കാനുള്ളതാ. മരുന്ന് കഴിക്കണ്ടേ? എന്നത് എണീറ്റ് വാ. കൊതി കുത്തിയിരിക്കണോ? കുമ്പിളാ കുമ്പിള്. സമയമായിരുന്നു. കുമ്പിളാ കുമ്പിള്. കുമ്പിളപ്പം ഏറ്റ് വാ. വായോ. അപ്പം ഞാൻ വിളിച്ചിട്ട് ആൾ എണീക്കുന്ന ലക്ഷണമില്ല. ഇപ്പം ജോമള് വരാതെ നടക്കുമെന്ന് തോന്നുന്നില്ല. ജോമള് അവിടെ മിറ്റടിച്ചോണ്ടിരിക്കുവാണ്. ഇപ്പം മിറ്റടി കഴിഞ്ഞേ വരെ ഉണ്ടാവുള്ളൂ. ഏറ്റ് വാ. വരലാതെ വാ. കേൾക്കുന്നവർക്ക് ബോറിംഗ് ആകുന്നു. വാ ഏറ്റ് വാ. കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ബോറിംഗ്. അവർ സ്ഥിരം കണ്ട് കണ്ട് മടുത്തെന്നാണ് പറയണേ. നമുക്കിതൊക്കെ അല്ലേ പറ്റുള്ളൂ. എലിക്കുട്ടി അമ്മേനെ വെച്ച് നമുക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വരാൻ പറ്റുമോ? ഒന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രമല്ല അടിക്കാൻ പറ്റുള്ളൂ. ആ എടി വരുന്നില്ല കേട്ടോ. അവിടെ പോയി കിടന്ന് ഗുസ്തിയാ. വരുന്നില്ല. ഞാൻ വിളിച്ചിട്ട് വരുന്നില്ല. അച്ഛനാരെ കടന്നു കഴിയുമ്പം നീറ്റ് വരുമെന്ന് വിചാരിക്കുന്നു. ഏതൊക്കെയല്ലോ നിങ്ങളെ വിളിച്ച് നോക്കട്ടെ. വരുമെന്ന് നോക്കാം. കഴിക്കാൻ ബാ. ബാ എലിക്കുട്ടിയമ്മേ. ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്. കുമ്പിളപ്പം എടുത്ത് വെച്ചിട്ടുണ്ട്. ബാ ഭക്ഷണം കഴിക്കാൻ വരാൻ. ആ രാവിലത്തെ കാപ്പി ചക്ക കൊണ്ടുള്ള കുമ്പിളപ്പം. അമ്മയുടെ കുമ്പിളപ്പം. ബാ എണീറ്റ് വാ. കഴിക്കണ്ടേ? അതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഏറ്റ് വാ. ബാ ബാ. അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏക്കൊന്നും ലക്ഷണമില്ല. കുറച്ച് കഴിഞ്ഞ് നോക്കാം. ചിലപ്പം ഒരു മറുപടി എണീറ്റ് വരും. കഴിക്കാം. എണീറ്റിരിപ്പുണ്ട്. കുമ്പിള് മൂലയപ്പം.
മൂലയപ്പം കഴിക്കാൻ വാ. കിടക്കുമായിരുന്നു ഇപ്പം എണീറ്റ് തന്ന. ചെരുപ്പിടണേ, ചെരുപ്പിട്ടിട്ട്. ചെരുപ്പിട്ടോ? കാല് വല്ലോട്ട് നീ എന്താ ആ, കാല് നമ്മൾ തട്ടി തട്ടി വേദനയാന്ന് പറയുന്നത്. ഇനിയിപ്പോ ഈ ചെരുപ്പെല്ലാം കൂടെ ഞാനിടണ്ടേ? ആ ബാ ബാ. അതിന് ഉന്മേഷം മാറിയോ? ആ, രാവിലെ പല്ലൊക്കെ തേച്ച് വരും. പൊക്കോ നടന്നു, ഞാൻ ഇത് വെച്ചിട്ട് വരാം. കഴിച്ചോ? കഴിച്ചോ? ഉണ്ടാ തന്നെ ഇങ്ങനെ ഇന്ന് പെട്ടെന്ന് അങ്ങോട്ട് മൂഡ് മാറിയല്ലോ. പെട്ടെന്ന് അങ്ങോട്ട് മൂഡ് മാറിയിരിക്കുന്നത്. കഴിച്ചോ? തണുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പോയി കിടന്നു കഴിഞ്ഞപ്പോഴത്തേനാണല്ലോ മൂഡ് മാറി. എന്നാ ഞാൻ പോയിട്ട് വരാറി. ഞാൻ പോയിട്ട് വന്നപ്പോഴത്തേനും അമ്മ എലിക്കുട്ടിയെ കുറച്ച് കഴിച്ചു. ഒരു പീസും കൂടെ കഴിക്കാനുണ്ട്. അത് കഴിക്കാത്തെ? അത് കഴിക്കാത്തെ? അതും കൂടെ കഴിക്കാൻ. ആ, കഴിക്കാൻ പോവാണോ? ആ, കഴിക്കാതും കൂടെ. ആ, സാധനം കിട്ടിയില്ല, ഇന്ന് അവധിയാ. ഞാൻ കിടന്ന് കുറച്ച് നേരം കിടന്ന എലിക്കുട്ടിയമ്മ അതുപോലെ പ്രാർത്ഥനയിലോട്ട് പോയിരിക്കുവാണ്. പ്രാർത്ഥന തുടരുവാണ്. വലിയ ശബ്ദമില്ലാതെ ചെല്ലുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അല്ലേ? ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും. ഏതാമേ? എന്നാ? ആ, ഇതോ മഞ്ഞ കളറല്ലേ, മഞ്ഞ ബെഡ്ഷീറ്റ്. ജോമോള് കൊണ്ട് വിരിച്ചതാ മഞ്ഞ ബെഡ്ഷീറ്റ്. നമ്മൾ ഇന്നാളെ ഓൺലൈനിൽ നിന്ന് മേടിച്ചതിന് കുറേ വഴക്ക് പറഞ്ഞു, ഇത് ഒളിയലെന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് ഇതിപ്പോൾ എല്ലായിടത്തും വിരിച്ചിരിക്കുക. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ അമ്മ കുറച്ച് ഭാഗം കഴിഞ്ഞപ്പം മുതൽ അമ്മ ഇച്ചിരി ഉഷാറില്ലായിരുന്നു. അത് കഴിഞ്ഞ് അമ്മ പ്രാർത്ഥനയും കിടപ്പുമൊക്കെ ആയിരുന്നു. ഇപ്പോൾ മൂത്രം അതുകൂടെ കളറാ, അതുകൂടെ ഡിസൈനാ അല്ലേ? നല്ല മഞ്ഞ കളറല്ലേ, ഭയങ്കര മഞ്ഞ കളറല്ലേ. അമ്മ അത് കഴിഞ്ഞ് മയക്കമായിരുന്നു. ഇപ്പം പിന്നെ വൈകുന്നേരത്തെല്ലാം കഴിച്ചു, വൈകിട്ട് അത്താഴം കഴിക്കാൻ വന്നില്ല. അത് കഴിഞ്ഞിപ്പം ജോമോള് മൂത്രം ഒഴിക്കാനായിട്ട് വിളിച്ചേൽപ്പിച്ചപ്പം വൈകിട്ട് വന്നാണ്. ആ, വൈകിട്ട് നമ്മൾ കിടക്കുമല്ലേ, പകൽ കിടന്ന് കുറച്ച് ഉറങ്ങിയല്ലേ, അതുകൊണ്ട് ഇനി ഉറങ്ങിയല്ലായിരിക്കും. പകൽ കിടന്ന് ഉറങ്ങിയില്ലേ? പ്രാർത്ഥന കുറേ ചെല്ലിയില്ലേ? പ്രാർത്ഥന കുറേ ചെല്ലിയില്ലേ? ആ, എലിക്കുട്ടിയമ്മ ചെല്ലിയായിരുന്നല്ലോ. എന്നിട്ട് പ്രാർത്ഥന ഇല്ലെന്നുണ്ടായിരുന്നല്ലോ. മൂത്രം കഴിച്ചാ? ആ, ചെല്ലിയായിരുന്നു. ഇപ്പോൾ വൈകിട്ട് കഴിഞ്ഞ ദിവസം കിടന്ന് വൈകിട്ട് പ്രാർത്ഥന ചെല്ലി. വെളുപ്പാങ്കാലത്തു കിടക്കുന്നുണ്ടാ? ആരാ അവിടെ കിടക്കണേ? ജോമോനെ കണ്ടോ? ജോമോനെ കണ്ടോ? കണ്ടില്ലേ? അയ്യോ, വിളിച്ചേ ജോമോനെ. അപ്പം ദൈവം വരും. ഒന്ന് വിളിച്ചു നോക്കിക്കേ. ജോമോനെ ഒന്ന് വിളിക്കേ. അമ്മ ഒന്ന് വിളിച്ചു നോക്ക്. ഒന്ന് വിളിച്ചേ, ഒന്ന് വിളിച്ചു നോക്ക്. അപ്പൊ വിളി കേട്ടെങ്കിലോ. ജോമോനെ ഒന്ന് വിളിച്ചു നോക്ക്. വിളിച്ചു നോക്ക് എലിക്കുട്ടിയമ്മേ, വിളിച്ചു നോക്ക്. ജോമോനെ ഒന്ന് വിളിച്ചു നോക്കാനേ. എവിടെയാണെങ്കിൽ വിളി കേൾക്കൂന്നേ. പേര് വിളിച്ചാ വിളി കേൾക്കും. വീട്ടിലുണ്ട്. ഒന്ന് വിളിച്ചേ. വിളിക്കണില്ലേ? ഞാൻ വിളിക്കണോ? എന്നതാ ഷീറ്റിട്ടിരിക്കുന്നേ? മഞ്ഞക്കളറില്ലല്ലോ. മഞ്ഞക്കളർ അപ്പുറം കിടപ്പുണ്ട്. മഞ്ഞ കളറിൽ എൻ്റെ മുറി കിടക്കണേ. ഞാൻ കിടക്കുന്നിടത്ത് കിടക്കുന്നത് മഞ്ഞ കളറാണ്. അതുകൊണ്ടാണ് അമ്മ വന്നത്. ഇതെന്നെ കളറാണ്, ഇതെന്നെ ഡിസൈനാന്നൊക്കെ ചോദിച്ചു. കഴിഞ്ഞ ദിവസം ഈ ബെഡ്ഷീറ്റ് കണ്ടുകൊണ്ട് എന്നെ ഡിസൈനാന്ന് ചോദിച്ചായിരുന്നു. ഇതെന്നാ സംഭവം? ഒത്തിരി നീളത്തിലുള്ള വരയും കുറിയല്ലേ. അമ്മയുടേതാണ് മുഴുവൻ കുഞ്ഞു പൂക്കളും. അതുകൊണ്ട് അമ്മയ്ക്ക് അങ്ങോട്ട് ഇതായില്ല. അമ്മ വന്നിട്ട് ചോദിച്ച്, ഇപ്പം വന്ന് മൊത്തം മഞ്ഞയല്ലേ അത്, ഇടയ്ക്കൊരു കളറില്ലേ ഉള്ളൂ. അതുകൊണ്ട് ചോദിച്ചു ഇതെന്നാ ഈ കളറാന്ന് ചോദിച്ചിട്ട് വന്നത്. കഞ്ഞി കുടിക്കണോ? വിശക്കുന്നുണ്ടോ? വിശക്കുന്നുണ്ടോ? കഞ്ഞി കുടിക്കണ്ടേ? കഞ്ഞി കുടിക്കാം.
വിശക്ക് കിടക്കാറായില്ലല്ലോ. വേണേ കിടക്കാം, വേണേ കിടക്കുകയും ചെയ്യാം. വിശക്കുന്നുണ്ടെ കഞ്ഞിയും കുടിക്കാം. ആ അത്താഴം കഴിച്ചില്ലല്ലോ, പ്രാർത്ഥന കഴിഞ്ഞാൽ കിടക്കൂലേ ഇതേ. പിന്നെ എന്നും എപ്പോഴെപ്പോഴും പ്രാർത്ഥന കാണിക്കുന്ന ബോറാണല്ലോ എന്നോർത്താണ് കാണിക്കാതിരുന്നത്. മിക്കവാറും സമയത്ത് അമ്മ ഇപ്പോൾ കിടന്ന് പ്രാർത്ഥനയാണ്, എറ്റി നടക്കാത്ത സമയങ്ങളിലൊക്കെ. ഇതെന്നാ എലിക്കുട്ടിയമ്മ, ഇതെന്നതാ, എന്നാ? ഇതെന്നാന്ന് ഇവിടെ പരിപാടി? ആ, വെട്ടാക്ക് ഓഫ് ചെയ്യട്ടെ, എന്നാന്ന്? ലൈറ്റ് ഓഫ് ചെയ്യട്ടെ എന്ന്. എനിക്കറിയത്തില്ല എന്താണെന്നൊന്നും. പിന്നെ എന്നെ കുത്തിയിരിക്കണേ പാതിരാത്രിക്ക്? ഏ? പാതിരാത്രിക്ക് എന്തിനാ കുത്തിയിരിക്കുന്നേ? ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം. കിടക്കാൻ പോകല്ലേ? എനിക്ക് വീട്ടിലോട്ട് പോകണ്ടേ? വീട്ടിലോട്ടോ? ഈ പാതിരാത്രിക്ക് എങ്ങനെയാ വീട്ടിൽ പോണേ? ഏ? ഈ പാതിരാത്രിക്ക് എങ്ങനെയാ വീട്ടിൽ പോണേ? നേരം വെളുത്തിട്ട് പോവാം. ഇപ്പോൾ ഇരുട്ടാ, ഭയങ്കര ഇരുട്ടാ. നേരം പറഞ്ഞിട്ട് പോകാൻ മാറ്റി. ആ അല്ല പിന്നെ ഇപ്പം എങ്ങനെയാ പോകണം? നമുക്ക് കണ്ണ് കാണാവോ? അത് നേരം പറഞ്ഞല്ലോ ഇവിടെ വന്ന് കിടക്കണ്ടേ? നേരം വെളുത്ത് നമ്മൾ പോണത് ഇപ്പോൾ കിടക്കണം. ഇപ്പം ഇരുട്ടാ. കിടക്കാൻ വരണ്ടേ? നേരം വെളുത്ത് കഴിയുമ്പോഴോ? കിടക്കാൻ വരുന്നത് പിന്നെ വൈകിട്ട്. നമുക്ക് രാവിലെ എണീറ്റ് പോവാം കേട്ടോ. ഏ? രാവിലെ എണീറ്റ് പോകാം. ഇപ്പം ഇവിടെ കിടന്നുറങ്ങുക. കഞ്ഞി കുടിക്കണം, വിശക്കുന്നുണ്ട്. ഈ വിശന്നിട്ടാണോടി? ആ മുത്തൊഴി കേൾപ്പിച്ചുകൊണ്ടാണ്. ചിലപ്പോൾ അങ്ങനെ ഇട്ടിരുന്ന അങ്ങനെ ഇറക്കിയില്ല. വിശക്കുന്നുണ്ടെങ്കിൽ പണ്ട് കഞ്ഞി മേടിച്ച് കുടിച്ച് ഉറക്കുന്നുണ്ടോ? കഴിക്കണം. വിശക്കുന്നുണ്ടോ? വിശന്നല്ല. കഞ്ഞി കുടിക്കാൻ വിശക്കുന്ന സാരമില്ല. ഇല്ലേ? അയ്യോ വിശപ്പിന് കഴിക്കണം. കഴിക്കാതെ കിടക്കാൻ പറ്റുമോ? പണ്ട് ഒത്തിരി വിശപ്പൊക്കെ സഹിച്ചാന്ന് പറഞ്ഞ് ഇപ്പം അങ്ങനെയൊന്നും ആവശ്യമില്ലല്ലോ. ഇപ്പം കഴിക്കാനുണ്ടല്ലോ. ഇപ്പം കഴിക്കാനുണ്ടല്ലോ, പണ്ടത്തെ പോലെ അല്ലല്ലോ. കഴിക്കാൻ ആ പിന്നെ എന്തിനാ വിശപ്പ് സഹിച്ചിരിക്കുന്നത്? കഞ്ഞി വേണോ? കഞ്ഞി വേണോ? കഞ്ഞിയോ? ആ അതൊന്നും അറിയത്തില്ലല്ലോ. എലിക്കുട്ടിയമ്മയ്ക്ക് വേണമെന്നാ ചോദിച്ചേ. എലിക്കുട്ടിയമ്മയ്ക്ക് വേണമെങ്കിലേ കഞ്ഞി എടുത്തു തരാം. കുടിക്കുമോ? വൈകിട്ട് കഴിക്കാഞ്ഞോണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ കേട്ടോ. വീട് ഇവരെവിടെ വയ്ക്കാന്ന്? വീടോ? വീട് നമ്മുടെ വീട്. കാലിന് ഭയങ്കര വേദന. അതിനാ അന്ന് നടക്കുകയൊന്നും ചെയ്യാത്തോണ്ടായിരിക്കും. ആ ഇന്ന് കിടപ്പൊക്കെ തന്നെ അല്ലായിരുന്നോ? ഇന്ന് കിടപ്പും പ്രാർത്ഥന അല്ലായിരുന്നോ? രാവിലെ അങ്ങ് ഇച്ചിരി ആയിട്ട് നടന്നല്ലേ? ആ അത് ഇച്ചിരി നടക്കണം, എന്നാലും രക്തം ഓടുകയുള്ളൂ. ചെരുപ്പിട്ട് നടക്കിയല്ലേ ഇപ്പം? മറന്നു പോകല്ലേ? ഇപ്പം രാവിലെ ചെരുപ്പിൽ ഇടിച്ചില്ല നടത്തിയേ? ശൈലിച്ച് നമുക്ക് അതുകൂടെ ഒക്കെ ഇനി നടക്കണം. പ്രാർത്ഥനയായിട്ട് ഇരുന്നാൽ മാത്രം പോരാ. എന്നാ വിശക്കുന്നുണ്ടോ? വിശക്കുന്നുണ്ടോ? എനിക്കൊന്നും അറിയത്തില്ല. ഇല്ലേ? ഒരു വിവരം എനിക്കറിയത്തില്ല. ആ പോവാണോ? എനിക്ക് തോന്നണ കഞ്ഞി കൊടുക്കേണ്ട വരുമെന്നാ തോന്നുന്നത്. ആ ആണ്ട് അവിടെ ഒരാൾ കിടക്കണം. കൂട്ടുകിടപ്പുകാരത്തെ ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ ഞാനല്ലേ കിടക്കണേ. അതേ മുഴുവൻ കളറാണ്. ആ അതേ മുഴുവൻ കളറാണ്. അമ്മയ്ക്ക് മഞ്ഞ കളർ അങ്ങോട്ട് ശരിയായിട്ടില്ല കേട്ടോ. മഞ്ഞ കളർ അടിച്ചിട്ട്. ആ മഞ്ഞ കളർ അടിച്ചിട്ടിരിക്കുക. ബെഡ്ഷീറ്റേ മൊത്തം മഞ്ഞ കളറായിപ്പോയി. കാണാൻ നല്ല എളുപ്പല്ലേ? ആരൊക്കെയാണ് കിടക്കണേ ഇവിടെ? ഇവിടെ എലിക്കുട്ടിയമ്മ, ജോമോൻ, ജോമോൾ, വിവാൻ, ഇത്രയും പേര് ഇപ്പോൾ ഇവിടെ കിടപ്പുള്ളൂ. ആ ബാക്കി ആരും ഇല്ല. വിവീനെ ഹോസ്റ്റലില്ല. നീ എവിടെയാണ്? ഞാൻ ആ മുറിയിൽ, ഈ മുറിയിൽ, ആ മുറിയിൽ. ആ ആ അതിനകത്ത്. കിടക്കാൻ പോകുന്നില്ലേ? ഉറങ്ങാൻ പോകുന്നില്ലേ? പോകുന്നില്ലേന്ന്
നടക്കാൻ പോവുകയാണോ? കിടക്കാനോ? ആ പുറത്ത് കിടക്കണം. തണുപ്പാണോ? നല്ല ഉറക്കം ആ പോയി കിടക്ക്. ചെരുപ്പ് കുറേ കിടപ്പുണ്ട്. ആ ചെരുപ്പ് നിങ്ങൾ രണ്ടുപേരും അല്ലേ? എലിക്കുട്ടിയമ്മയുടെ ജോമ്പടെ അല്ലേ ചെരുപ്പ് കിടക്കണേ? എന്നാ കിടന്നോ, ഇനി കിടന്നോ, കിടന്നോളാൻ. ഇന്ന് ഉറങ്ങുന്നില്ലേ? ഉറക്കം വരുന്നില്ലേ? ഉറക്കം വരുന്നില്ലേ? നല്ലൊരു ഉറക്കം കഴിഞ്ഞിട്ട് വന്നതുകൊണ്ട് ഉറക്കമൊന്നും വേണ്ട. പ്രാർത്ഥനയ്ക്കും കൂടിയില്ല. പ്രാർത്ഥനയ്ക്ക് എന്നാ കിടക്കാറായിട്ടേക്ക്. ഏ ഉറക്കത്തിനാണ് കിടക്കാറായിട്ടല്ലേ. അയ്യോ ഉറങ്ങേണ്ട സമയം കഴിഞ്ഞു. ഉം? ഉറങ്ങേണ്ട സമയം കഴിഞ്ഞു. മണി 10-11 മണി കഴിഞ്ഞു. രാത്രിയേ ഉം? രാത്രി 10-11 മണിയായി. ഉം. ആ ഒന്ന് പെട്ടെന്ന് കിടന്ന് ഉറങ്ങണം. ഉം. 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 ഇങ്ങോട്ട് വല്ലതും വരുമോ? വീട്ടിൽ നിന്ന് ആരും വരികയില്ലമ്മേ. ഏ? ഇതാണ് നമ്മുടെ വീട്. വരികയല്ലേ? ഇല്ല. പാതിരാത്രിക്ക് ആര് വരാനാ? ഏ? പാതിരാത്രിക്ക് ആരും വരാനില്ല. വീട്ടിൽ ആരാ വരാനുള്ളേ? വരാനാരുമില്ല. ഇല്ല. അതെന്നാ? വീട്ടിൽ ആരാ വരാനുള്ളേ? ഒരാളൊക്കെ ഉണ്ടാക്കും ആര്? വീട്ടിൽ. ആരാ ഉള്ളേ? വീട്ടിലാളൊക്കെ ഉണ്ട്. ആരാന്ന് പറ. ആരാ വരാനുള്ളേ? എൻ്റെ വീട്ടിലാ. ആ നമ്മുടെ പെട്ടിയാ. എടുത്തോണ്ട് വീട്ടിലോട്ട് പോകണം. ആ വീട്ടിലോട്ട് പോകണം. നേരം വെളുത്തിട്ടാ കേട്ടോ. നേരം വെളുത്തിട്ട് പോവാം. ആ ഇപ്പം ഇവർക്കൊക്കെ കിടന്ന് ഉറങ്ങണം. ഇവർക്കേ എല്ലാവർക്കും കിടന്ന് ഉറങ്ങണമെന്ന്. എലിക്കുട്ടിയമ്മ തപ്പലുമൊക്കെ ആയിട്ട് ഇന്ന് വൈകിട്ട് ഉറങ്ങുന്ന ലക്ഷണം കാണുന്നില്ല. പകലും കിടന്നുറങ്ങി. വൈകിട്ട് ഇത്ര നേരം നല്ലതായിട്ടൊന്ന് ഉറങ്ങി. അത് കഴിഞ്ഞുള്ള നടപ്പും കാര്യങ്ങളുമാണ്. ഭയങ്കര വെട്ടമാണല്ലോ എവിടെ? ഭയങ്കര ഇരുട്ടാ. അവിടെയൊക്കെ. ആ അത് സ്ട്രീറ്റ് ലൈറ്റ് കിടക്കുന്നതുകൊണ്ടാണ്. നല്ല ഇരുട്ടല്ലേ. തൊഴുത്തിൻ്റെ അങ്ങോട്ട് നോക്ക് വെട്ടമുണ്ടോയെന്നറിയാലോ. ആ വന്ന് കിടന്നോ, വന്ന് കിടന്നോ. എന്നാ കിടക്കാണ്ട്. അതിനാ ഉറങ്ങണ്ടേ? നിന്റെ പെട്ടി എടുത്തോണ്ട് വീട്ടോ. അയ്യോ പെട്ടിയൊക്കെ നമുക്ക് രാവിലെ കൊണ്ടുപോകാന്നേ. ഏ? രാവിലെ കൊണ്ടുപോകാം. എന്നാ? രാവിലെ കൊണ്ടുപോകാന്ന്. ആ അതാ ഇല്ലേ പറഞ്ഞ എനിക്ക് വീട്ടിൽ പോകുമ്പോൾ വീട്ടോട്ട് പോകുമ്പോൾ. ആ അത് നേരപ്പം കൊണ്ടുപോയാൽ പോരെ. ഇപ്പോൾ ഇവിടെ കിടക്ക്. ആ ഇപ്പോൾ ഇവിടെ വന്ന് കിടക്ക്. നേരം വെളുത്തിട്ട് കൊണ്ടുപോവാം. വണ്ടി വിളിച്ചോണ്ട് വരണ്ടേ? കൊണ്ടുപോകണമെങ്കിൽ വണ്ടി വിളിച്ചോണ്ട് വരണ്ടേ? വണ്ടി പിടിച്ചോ? ആ ആ. അല്ല പിന്നെ എങ്ങനെയാണ് കൊണ്ടുപോകണേ? എലിക്കുട്ടിയമ്മ ചുമക്കോ? ചുമക്കാൻ ആളില്ലല്ലോ. ഏ എന്നാ കിടന്നോ. സമയം കളയണ്ട, കിടന്നോ. നെറ്റിൽ ഓഫ് ചെയ്താക്കാം. അമ്മയ്ക്ക് ക്ഷീണമാണ്. ഏതാ ഈ അമ്മയ്ക്കോ? ഓ ആ അമ്മയ്ക്ക് ക്ഷീണമൊന്നുമില്ല. അത് പറഞ്ഞു. ഇല്ലെന്നേ. മുഖം മുഴുവൻ മാടിയായിരിക്കും. ആ അത് എലിക്കുട്ടിയമ്മയ്ക്കാ ക്ഷീണം. ആ അമ്മയ്ക്ക് മാട്ടമൊന്നുമില്ല. ആ അമ്മ എലിക്കുട്ടിയമ്മേനെ ഇങ്ങനെ നോക്കിയിരിക്കുമല്ലേ. എലിക്കുട്ടിയമ്മേനെ ഇങ്ങനെ കാത്തു പരിപാലിച്ചോട്ട് നോക്കിയിരിക്കുക. ചിലർക്കൊന്നും അമ്മേനെ ഇഷ്ടമില്ലെന്നാണ് പറഞ്ഞത്. ആ അമ്മേനെ കാലിന് ഭയങ്കര വേദന എടുക്കുക. ആ അതിനാ ആ നടക്കാത്തോണ്ടായിരിക്കും. ഇവിടെ ഒന്നും ഇട്ടില്ലല്ലോ. ആ ഒന്നും എടുത്തുമില്ല. ഒന്നും ഇട്ടില്ലല്ലോ. ആ കാല് ചെരുപ്പിടാത്തോണ്ടായിരിക്കും. ചെരുപ്പിട്ട് നടക്കാത്തോണ്ടായിരിക്കും. ഇങ്ങനെ വേദന ഉണ്ടാകും. ആ അതുമല്ല, അത് ശരിയാണല്ലോ. കാലേ ചെരുപ്പിട്ട് നടക്കാത്തോണ്ടായിരിക്കും. ചെരുപ്പിട്ട് നടക്കാത്തോണ്ടായിരിക്കും. ചെരുപ്പിടുന്നില്ലല്ലോ അപ്പം. വീട്ടിലോ? ആ
ആ കിടന്നോ? എലിക്കുട്ടിയമ്മ ഇനി ഉറങ്ങുന്ന ലക്ഷണം കാണിക്കുന്നില്ല. ഇരിക്കുന്ന ലക്ഷണമാണ് കാണുന്നത്. എലിക്കുട്ടിയമ്മ ഇനി ഉറങ്ങുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലെന്നാണ് പറയുക ഇത്. നല്ലൊരു ഉറക്കം കഴിഞ്ഞിട്ട് വന്നതുകൊണ്ട് ഉഷാറായിട്ടിരിക്കുകയാണ്. ഇതിങ്ങനെ ഇടയ്ക്കൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ. വൈകിട്ടേറ്റ് നടക്കുകയും പ്രാർത്ഥനയില്ലിച്ച് 12 മണി 2 മണിക്കൊക്കെ ആയിട്ടിരുന്ന് പ്രാർത്ഥനയിലിരുന്ന പരിപാടിയൊക്കെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. വന്ന് ലൈറ്റിലായിരുന്ന പരിപാടി. ആ വീട്ടിൽ നിന്ന് വരും അമ്മ പറഞ്ഞു കിടന്നോ, കുറച്ച് കഴിയുമ്പോൾ വരും കേട്ടാ. ആ എന്നാൽ ലൈറ്റെല്ലാം ഓഫ് ചെയ്യുക. സമയം 1 മണി കഴിഞ്ഞു. സാധാരണ ഞാൻ കിടക്കുന്ന സമയമാകുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അമ്മയുടെ പ്രാർത്ഥന കേൾക്കാമെന്ന് വിചാരിക്കുന്നു. അമ്മ ഏറ്റുകിടന്ന് പ്രാർത്ഥനയില്ലുകയാണ്. വായിക്കോട്ട വരുന്നുണ്ട്, ഉറക്കം വരുന്നുണ്ട്. പക്ഷേ ഇത് നേരത്തെ അമ്മയുടെ സ്ഥിരം പരിപാടിയായിരുന്നു. ഇപ്പോഴാണ് അമ്മ ഈ അസുഖം വന്ന പിന്നെയാണ്, ഈ മരുന്നൊക്കെ കഴിച്ച പിന്നെയാണ് പിന്നെ ഇങ്ങനെ തുടങ്ങിയിരിക്കുന്നത്. ഇത് ആൾക്കാർ ഉറങ്ങിയില്ലെങ്കിൽ പിന്നെ ഉറങ്ങാൻ പറ്റത്തില്ല. ചില ദിവസങ്ങളിൽ ഇത് ഭയങ്കര ഒച്ചത്തിലായിരിക്കും ചെല്ലുന്നത്. ഇവിടെ മൊത്തം കേൾക്കാം. അപ്പോൾ ഓക്കെ.